ആരിത് മാണിക്കോ? അപ്പൊ നമ്മുടെ തട്ടകത്തിലേക്കുള്ള വഴിയോ അറിയാം. തട്ടയത്തിലോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴികളത്ര കിടക്കണം മച്ചു ഈ ഉലകത്തില്. നിന്നാണെന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. പക്ഷേ ഇത് പങ്കം തന്നെ അണ്ണ. കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക. തലേ കെട്ടാ നാട്ടം തന്നെ ഏട്ടാ. മച്ചു ചെല്ലക്കിളി ഏത് കെട്ടിയതാ അതാ ക്യാസ് കേട്ടാ. നീ ചെല്ല്. വേറെ എന്തരെല്ലാം ഉണ്ട് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ നിനക്കല്ലേ. അതുകൊണ്ടായിരിക്കും അണ്ണ എന്റെ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. നീ ഞാരെന്നറിയാൻ വേണ്ടി വിമാന യാത്ര കണ്ടെത്തിയല്ലേ. എന്തരായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയാണ് നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കടേ. ഞാൻ വിസിലടിക്കും, കൈയടിക്കും. എന്നോട് കളിക്കാൻ വന്നാൽ ചിലപ്പോ കരണക്കുറ്റിക്കും അടിക്കും. അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താണ്ടെ ഇത് നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. ഇതില് ത്വാർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ കച്ചവടം. അതല്ല പൊസറാക്കുള്ളി അടിച്ച് നീ നേരത്തെ പറഞ്ഞ മാക്കാൻ ചെല്ലിട്ടായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഈ ത്വാർത്തുമുണ്ടിന് വരെ ഞാൻ ക്വാടി കൊണ്ട് കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മച്ചു മാട വേണ്ട കേട്ടാ.